നീ എന്നാ രാവിലെ നീ കളക്കുമ്പോ ഒക്കെ ചെയ്യുന്നേ? രാവിലെ ഇന്നലെ ഒരു കോർത്തു, അന്നേരം രാവിലെ ഒരു സാധനം കുഴിച്ചു മൂടിയാക്കാൻ വെച്ച്. ആണോ? അതിനകത്താണെ കുഴിച്ചു മൂടുന്നേ? ഇന്നലെ എടുക്കണോ? അതൊന്നും അല്ല, ഇന്നലെ ഒരു ചെറിയ റിപ്പോർട്ട് ഇറങ്ങിയായിരുന്നു, അപ്പൊ അതങ്ങ് കുഴിച്ചു മൂടിയേക്കാന്ന് വെച്ച്. റിപ്പോർട്ടോ? അതെന്നാ റിപ്പോർട്ട്? ഇന്നലെ മറ്റേ ഹേമ റിപ്പോർട്ട് ഇറങ്ങിയില്ലേ? ഓ, ആ സാധനം. ഇന്നലെ ഒരു പവർ ഗ്രൂപ്പ് എന്നെ കാണാൻ വന്നു, അപ്പൊ നമ്മളതിനെ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട് അവന്മാര്. അന്നേരം പിന്നെ അതങ്ങ് കുഴിച്ചു മൂടിയേക്കാം. ഞാൻ നോക്കിയപ്പോ ഞാൻ മാത്രമല്ല വേറെ കുറെ അമ്മാരും ഈ സാധനം രാവിലെ അങ്ങ് കുഴിച്ചു മൂടി. അപ്പൊ എല്ലാവരും കൂടി മൂടി 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 കിട്ടേണ്ടത് കിട്ടി. ഇനിയിപ്പോ നമ്മൾ എന്നാ നോക്കാണ്ടത്? നമുക്കൊന്നും പോകാനില്ലല്ലോ, എന്റെ കിട്ടി. എന്നാ പിന്നെ അങ്ങ് മൂടിയേക്കാം. മൂടിക്കോ. സെക്സും വയലൻസും ഡ്രഗ്സും നിറഞ്ഞ കേരള കമ്മിറ്റി റിപ്പോർട്ട് കുഴിച്ചു മൂടിയിരിക്കുന്നു. ഇന്നലെ രാത്രി വരെ ഘോരം ഘോരം പ്രസംഗിച്ചുകൊണ്ടിരുന്ന എല്ലാ ചാനലുകളും ഇന്ന് രാവിലെ മുതൽ ഒരൊറ്റ വാർത്ത പോലും പുറത്തേക്ക് വിടുന്നില്ല. കേരള കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഒരക്ഷരം പോലും ഉരിയാടാതെ മൗനം ഭജിക്കുന്നു. എന്തിനായിരുന്നു ഇന്നലെ രാത്രിയിൽ വരെ ഇത്രയധികം ഷോ നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്? ആർക്കു വേണ്ടിയായിരുന്നു? നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കാണും, ഈ പവർ ഗ്രൂപ്പ് സ്വാധീനിച്ചും കാണും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ മുതൽ യാതൊരു വാർത്തകളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ന്യൂസ്, ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഒന്നും തന്നെ ഇല്ല. ചില ചാനലുകൾ ഇന്നലെ നടത്തിയ ഷോ, ആ റിപ്പോർട്ടിന്റെ കോപ്പി, അതിന്റെ പകർപ്പ് പൊക്കിപ്പിടിച്ചുകൊണ്ട് ഓടി വന്നുകൊണ്ടാണ് ചില ചാനലുകൾ ഇന്നലെ ഷോ നടത്തിയത്. ആ ചാനലുകൾ അടക്കം ഇന്ന് രാവിലെ മുതൽ ഒരൊറ്റ വാർത്ത പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പുറത്തേക്ക് വിടുന്നില്ല. ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ ആണ് ഞാനൊന്ന് സോഷ്യൽ മീഡിയയിൽ കയറി നോക്കി. ഏഷ്യാനെറ്റിന്റെയും മനോരമയുടെയും റിപ്പോർട്ടറിന്റെയും അതുപോലെ തന്നെ കൈരളിയുടെയും ഒക്കെ ഫേസ്ബുക്ക് പേജുകളും ഇൻസ്റ്റാഗ്രാം പേജുകളും ഒക്കെ കയറി പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തൊന്നും തന്നെ ഇന്ന് രാവിലെ യാതൊരു വാർത്തകളും യാതൊരു പോസ്റ്റുകളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് കാണിക്കുന്നില്ല. അപ്പോൾ കിട്ടേണ്ടതൊക്കെ കിട്ടിക്കാണും. അല്ല എന്നുണ്ടെങ്കിൽ എന്തിനായിരുന്നു നിങ്ങൾ ഇന്നലെ ഇത്രയും തീ പിടിപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടത്തിയത്, പ്രൈം ടൈം ഡിബേറ്റുകൾ നടത്തിയത്? പക്ഷെ ഇന്ന് രാവിലെ മുതൽ യാതൊരു വാർത്തകൾ പോലും അതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങൾ പോലും ഉരിയാടാതെ മൗനം മൗനം മൗനം. എന്ത് മാധ്യമധർമ്മമാണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കാണാനില്ല. ഇത്രയും വളരെ മ്ലേച്ഛകരമായ രീതിയിൽ, അശ്ലീലം നിറഞ്ഞ രീതിയിൽ, വയലൻസ് നിറഞ്ഞ രീതിയിൽ, സെക്സ് നിറഞ്ഞ രീതിയിൽ ഒരു കമ്മിറ്റി റിപ്പോർട്ട് ജനങ്ങളുടെ കാശ് എടുത്തുകൊണ്ട്, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം കൊടുത്തുകൊണ്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് ആ കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു റിപ്പോർട്ട് 4.5 കൊല്ലം 5 കൊല്ലം പൂഴ്ത്തിവെച്ചിട്ട് അത് പുറത്തു വന്നപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിന്റെ മുഴുവൻ ചർച്ചകളും ഒറ്റ ഒരു കാര്യം പോലുമില്ല, മുഴുവൻ ചർച്ചകളും നിർത്തേണ്ട ഒരു സാഹചര്യം. പവർ ഗ്രൂപ്പ് ശരിക്കും പവറാണെന്ന് അവർ തെളിയിച്ചിരിക്കുന്നു. 18 വയസ്സ് തികയാത്ത പെൺകുട്ടികളെ പോലും ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിട്ട് ഒരു കേസ് പോലും എടുക്കാൻ തയ്യാറാവുന്നില്ല. എന്തൊരു സാമൂഹിക അവസ്ഥയാണ് നമ്മുടേത്. നാളെ എനിക്കും നിങ്ങൾക്കും ഇത്തരം അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പവർ ഗ്രൂപ്പുകളും മറ്റുമൊക്കെ ഇടപെടാൻ കാണും. കാശും സ്വാധീനവും ഉണ്ട് എങ്കിൽ ഈ നാട്ടിൽ, ഈ സംസ്ഥാനത്ത് എന്തും ചെയ്യാം. ഇത്തരം പവർ ഗ്രൂപ്പുകൾ ഒരു കാരണവശാലും മുന്നോട്ട് പോയിക്കൂടാ. നമ്മൾ മലയാളികളാണ്, നമ്മൾ പ്രബുദ്ധരാണ്, നമ്മൾ തീരുമാനിക്കുക ഇത്തരം പവർ ഗ്രൂപ്പുകൾ നേതൃത്വം നൽകുന്ന ഈ മലയാള സിനിമയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മൾക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് ഓരോ സിനിമയുടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ സിനിമ കാണാൻ പോകുന്നു. എന്തിനു വേണ്ടി? ഇത്തരം നെറുകെട്ട പവർ ഗ്രൂപ്പുകളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട്. ഒറ്റ രാത്രി കൊണ്ടാണ് ഈ ചർച്ചകൾ മുഴുവൻ അവസാനിച്ചത്. പവർ ഗ്രൂപ്പുകൾ അവരുടെ പവർ കാണിച്ചിരിക്കുന്നു. മാധ്യമങ്ങൾ അത് കണ്ട് പേടിച്ച് കിട്ടിയതും വാങ്ങിച്ച് മൂലയ്ക്ക് ചുരുണ്ടുകൂടി ഇരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ തീരുമാനിക്കുക. പവർ ഗ്രൂപ്പുകൾ പുറത്തേക്ക് വരുന്ന സിനിമകളാണോ നിങ്ങൾക്ക് വേണ്ടിയത്? നാട്ടിൽ അഭിമാനത്തോടെ തലയുയർത്തി നടക്കുന്ന ആളുകളെയാണ് വേണ്ടിയത്? നമ്മൾ സിനിമ കാണാൻ പോകുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും സിനിമ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നൽകുന്ന 100, 150, 200 രൂപ അത് കിട്ടി ഈ പവർ ഗ്രൂപ്പുകൾ വളരുകയാണ് ചെയ്യുന്നത്. 18 വയസ്സ് പോലും തികയാത്ത കൊച്ചു കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇടയാക്കിയിട്ടും അതിനെ ചോദ്യം ചെയ്യാനോ അതിനെ നിയമപരമായിട്ട് അവർക്കെതിരെ നടപടിയെടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ നമ്മളുടെ 100, 150, 200 രൂപ കൊണ്ട് വളർന്നു വന്നിരിക്കുന്ന ഈ പവർ ഗ്രൂപ്പുകൾ നമ്മൾ തീരുമാനിക്കണം, ഇവന്മാരെ ഇനി വളർത്തണോ വേണ്ടായോ എന്ന്. ഈ പവർ ഗ്രൂപ്പുകൾ മലയാളി സമൂഹത്തിന് അപമാനമാണ്.
കേരള സമൂഹത്തിന് അപമാനമാണ്. ഇനിയും ഇത്തരം പവർ ഗ്രൂപ്പുകൾ ഉണ്ടാവരുത്. ഇത്തരം പവർ ഗ്രൂപ്പുകളെ ഇനിയും വളർത്തരുത്. ഇവന്മാരെ കണ്ടു വളരുന്ന നാളത്തെ തലമുറ, കൊച്ചു കുട്ടികൾ അടക്കമുള്ള സിനിമയിലേക്ക് കടന്നു വന്നിരിക്കുന്ന പുതുതലമുറ ഇവന്മാരെ കണ്ടു വളർന്നു കഴിഞ്ഞ് ഇതിന്റെ അപ്പുറമാകും. ഇവന്മാർ കാണിക്കുന്ന പോക്കുത്തരങ്ങളും വൃത്തികേടുകളും കണ്ടു പഠിച്ച് ഇനിയും ഇത്തരത്തിലുള്ള പീഡനങ്ങളും വേർതിരിവുകളും ഒക്കെ കാണിച്ച് ഇവന്മാർ മലയാള സിനിമയെ മുച്ചോടും തകർക്കും. ഇതിലും വലിയ പവർ ഗ്രൂപ്പുകൾ നാളുകളിൽ ഉണ്ടായി വരും. ഇതിനെല്ലാം ഉത്തരവാദിത്വം പറയേണ്ടത് മലയാളികളുടെ ഒരു പൊതുബോധമായി മാറേണ്ട ഒരു സാഹചര്യം വരും. മലയാളികൾ ഇതിനെയൊക്കെയും ന്യായീകരിക്കേണ്ടി വരും. ഒരു കാരണവശാലും ഇതിന് അനുവദിക്കരുത്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരൊറ്റ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യത്തില്ല, ഒരൊറ്റ ഒരാൾ പോലും പ്രതിയാക്കപ്പെടത്തില്ല. കാരണം പരാതി കൊടുക്കാൻ ആർക്കും ധൈര്യം ഉണ്ടാവത്തില്ല. ഇരയാക്കപ്പെട്ടവർ മൗനം ഭജിക്കുക തന്നെ ചെയ്യും. അവർക്ക് അവരുടെ കരിയറാണ് വലുത്, അവരുടെ ഫ്യൂച്ചറാണ് വലുത്. വഴങ്ങിക്കൊടുത്തവർ പീഡനമാണെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? നിങ്ങൾക്ക് സിനിമയിൽ അവസരം ലഭിക്കാതെ വരുമ്പോൾ അത് പീഡനവുമാകും. ഒരു കാലത്ത് വഴങ്ങിക്കൊടുത്തിട്ട് പിന്നീട് നിങ്ങൾ അത് പീഡനമാണെന്ന് പറയരുത്. കേരളത്തിലെ സ്ത്രീകൾ അങ്ങനെ ഒരുത്തന്റെ മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ട ആളുകളല്ല. ഒരുത്തന്റെ താല്പര്യങ്ങൾക്കൊത്തും ഒരുത്തന്റെ ഇന്ദ്രിയങ്ങൾക്ക് അനുസരിച്ചും നിന്നു കൊടുക്കേണ്ട ആളുകളുമല്ല. കേരളത്തിലെ സഹോദരിമാരും അമ്മമാരും ഒക്കെ തന്നെ ഇതുപോലുള്ള വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുന്ന ആളുകളെ അല്ല. ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചില അവസരങ്ങൾക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ കുറച്ച് ആളുകൾ ചെയ്യുന്ന തെറ്റ് കേരള സമൂഹം മൊത്തം ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. ഇനിയും വഴങ്ങിക്കൊടുത്തുകൊണ്ട് സിനിമയിൽ അവസരം വരുന്നു എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ തിരസ്കരിക്കണം. ഞങ്ങൾക്ക് ആ അവസരം വേണ്ട എന്ന് തന്മയത്തോടുകൂടി നെഞ്ചുറപ്പോടുകൂടി പറയണം. ഒരുത്തന്റെ മുന്നിൽ വഴങ്ങിക്കൊടുത്തും ഒരുത്തന്റെ ഒപ്പം കിടക്ക പങ്കിട്ട് നേടുന്ന ഒരു സിനിമയിലെ അവസരവും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാവണം. കാരണം നിങ്ങൾ കേരളത്തിലെ നടിമാരാണ്, നിങ്ങൾ മലയാളികളാണ്. മലയാളികൾ ഇങ്ങനെ അധപ്പതിക്കാൻ പാടില്ല. ഒരാളെ പോലും അറസ്റ്റ് ചെയ്യത്തില്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഒരാളെങ്കിലും പരാതി നൽകിയാൽ മാത്രമേ നടപടിയെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് സർക്കാർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആരെങ്കിലും പരാതി നൽകുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആരെങ്കിലും ഇതിന് പുറകെ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരാൾ പോലും പോകത്തില്ല. ഒരൊറ്റയാൾ പോലും പരാതിക്ക് പോകത്തുമില്ല. ഈ കേസ് മറ്റെന്തോ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്തുവിട്ടതാണ്. അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്തരിച്ചിരിക്കുന്നു. അതിന്റെ ശവമടക്കം നടന്നിരിക്കുന്നു.